GDSന്റെ എല്ലാ കസ്റ്റമേഴ്സിനും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. GDSന്റെ ഫാസ്റ്റ് എന്ന സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഇയർ ക്ലോസിംഗ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇയർ ക്ലോസിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പറയട്ടെ. ഇയർ ക്ലോസിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ബാക്കപ്പ് എടുത്തു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട്, ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നവർ സെർവർ സിസ്റ്റത്തിൽ മാത്രം ഇയർ ക്ലോസിംഗ് എന്ന പ്രോസസ്സ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. ആ സമയത്ത് ക്ലയൻറ്റ് സിസ്റ്റം എല്ലാം തന്നെ സോഫ്റ്റ്വെയർ ക്ലോസ് ആണ് എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഇയർ ക്ലോസിംഗ് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തേത്, മാർച്ച് മാസം 31-ാം തീയതി നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏപ്രിൽ മാസം 1-ാം തീയതിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ ഒന്നാം ഭാഗത്ത് മാർച്ച് മാസം 31-ാം തീയതി എങ്ങനെയാണ് ഇയർ ക്ലോസിംഗ് ചെയ്യുന്നത് എന്നതാണ് വിശദീകരിക്കുന്നത്. മാർച്ച് മാസം 31-ാം തീയതി നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ടൂൾസിൽ നിന്നും ബാക്കപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം സ്പെഷ്യൽ ബാക്കപ്പോ അല്ലെങ്കിൽ കസ്റ്റം പാത്ത് കൊടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോൾഡറിലേക്കോ ബാക്കപ്പ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. ബാക്കപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ടൂൾസ് എന്ന ഓപ്ഷനിൽ നിന്നും ഇയർ ക്ലോസിംഗ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ ഈ പ്രോസസ്സ് നിങ്ങളുടെ കറണ്ട് അക്കൗണ്ട് ഇയർ ക്ലോസ് ചെയ്ത് പുതിയ അക്കൗണ്ടിങ് ഇയർ ക്രിയേറ്റ് ചെയ്യും എന്ന ഒരു അലേർട്ട് മെസ്സേജ് തരും. ആ മെസ്സേജിന് ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസും അതുപോലെ പ്രോഡക്റ്റിൻ്റെ ബാലൻസുകളും എല്ലാം തന്നെ പുതിയ അക്കൗണ്ടിങ് ഇയറിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഡേറ്റയുടെ സൈസ് കൂടുന്നതനുസരിച്ച് ഈ ട്രാൻസ്ഫറിങ്ങിൻ്റെ സമയവും കൂടുന്നതായിരിക്കും. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതുവരെ നിങ്ങൾ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാനോ മറ്റെന്തെങ്കിലും പ്രോസസ്സ് സോഫ്റ്റ്വെയറിൽ ചെയ്യുവാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ട്രാൻസ്ഫറിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ സക്സസ്ഫുള്ളി ഓപ്പൺഡ് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഓക്കെ കൊടുക്കുകയും അതിനുശേഷം വീണ്ടും സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാം എന്നൊരു മെസ്സേജ് കൂടി വരും. അതിന് നിങ്ങൾക്ക് യെസ് കൊടുക്കാവുന്നതുമാണ്. ഈ സമയത്ത് സോഫ്റ്റ്വെയറിൽ നിന്നും എക്സിറ്റ് ആവുന്നതാണ്. അന്നേ ദിവസം 31-ാം തീയതി, അതായത് മാർച്ച് മാസം 31-ാം തീയതി ഇയർ ക്ലോസിംഗ് ചെയ്യുന്നവർ പിന്നീട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ദിവസം നിങ്ങൾക്ക് സാധാരണ രീതിയിൽ തന്നെ ബില്ലിംഗ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി ഏപ്രിൽ മാസം 1-ാം തീയതി ഇയർ ക്ലോസിംഗ് ചെയ്യുന്നവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാം. വീഡിയോയുടെ രണ്ടാം ഭാഗത്ത് ഏപ്രിൽ മാസം 1-ാം തീയതി എങ്ങനെയാണ് ഇയർ ക്ലോസിംഗ് ചെയ്യുന്നത് എന്ന് നോക്കാം. മാർച്ച് മാസം 31-ാം തീയതി ഇയർ ക്ലോസിംഗ് ചെയ്യാത്തവരാണ് ഏപ്രിൽ മാസം 1-ാം തീയതി ഈ പ്രോസസ്സ് ചെയ്യേണ്ടത്. അതിനായി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഡേറ്റ് 1/4/2026 എന്നായിരിക്കും. ഇതിൽ നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് ഇയർ നോട്ട് ഫൗണ്ട് എന്നൊരു വിൻഡോ വരും. ഇതിൽ വീണ്ടും ഓക്കെ കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 1/4/2026 എന്ന സ്ഥലത്ത് 31/3/2026 എന്ന് ആക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഈ സമയത്ത് 31-ാം തീയതിയിലെ ഡേറ്റിലേക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ നിന്നും നിങ്ങൾ ടൂൾസിൽ നിന്നും ഇയർ ക്ലോസിംഗ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിങ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രോഡക്റ്റ് സ്റ്റോക്കും എല്ലാം അടുത്ത വർഷത്തിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതുവരെ നിങ്ങൾ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാൻ പാടുള്ളതല്ല. ഈ ട്രാൻസ്ഫറിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ സക്സസ്ഫുള്ളി ഓപ്പൺഡ് എന്നൊരു മെസ്സേജ് വരും. ഈ വിൻഡോയിലും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മറ്റൊരു വിൻഡോ വരും. അതിലും യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും വരുന്ന മെസ്സേജിൽ യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ സോഫ്റ്റ്വെയർ ക്ലോസ് ആവുന്നതും നിങ്ങൾക്ക് വീണ്ടും സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് സാധാരണ രീതിയിൽ ബില്ലിംഗ് തുടരാവുന്നതുമാണ്.
ഇയർ ക്ലോസിംഗ് സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. വീണ്ടും നിങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏപ്രിൽ മാസം 1-ാം തീയതി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ സെയിൽ വൗച്ചറുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ് റിട്ടേൺ വൗച്ചറുകളിലോ ഏതെങ്കിലും വൗച്ചറുകളിൽ നിങ്ങൾ പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ വീണ്ടും ആ പ്രിഫിക്സ് ഒന്നുകൂടി ആഡ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ടൂൾസിൽ നിന്നും മെയിൻ്റനൻസ്, അതിൽ നിന്നും വൗച്ചർ പ്രിഫിക്സസ് എന്നത് തിരഞ്ഞെടുക്കുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം സെയിൽസ് വൗച്ചറിൽ എന്തെങ്കിലും പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇവിടെ സെയിൽസ് G1 എന്നത് സെലക്ട് ചെയ്യുക. ഇതിൽ നിന്നും പ്രിഫിക്സ്, അതായത് ഞാനിവിടെ ഡെമോ കമ്പനിയുടെ DC/25-26/ എന്നായിരുന്നു കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ വർഷവും പ്രിഫിക്സ് പുതുതായി ആഡ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് പ്രിഫിക്സിൽ 26-27/ എന്ന് മാറ്റിക്കൊടുത്ത് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വീണ്ടും അത് കൺഫേം ചെയ്യാനായിട്ട് മറ്റൊരു വിൻഡോ വരും. അതിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഏതൊക്കെ വൗച്ചറിൽ നിങ്ങൾ പ്രിഫിക്സ് ആഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ വീണ്ടും ആഡ് ചെയ്യേണ്ടതാണ്. ഇയർ ക്ലോസിംഗ് സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.